സകലതും അറിഞ്ഞിട്ട് തന്നെയാ ഞാനും ആദർശേട്ടനും നടക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ മുമ്പിൽ കൂടുതൽ ആളാവാനൊന്നും നോക്കണ്ട. എന്നെ വീണ്ടും സ്വാധീനിക്കാൻ വന്നതാ അമ്മ. ചന്തുമോളുടെ അച്ഛൻ അവളുടെ ഭർത്താവല്ല, അഭിയാണെന്ന് അവൾ ഇപ്പോഴും തറപ്പിച്ച് പറയാ. ഓ, അത് സ്ഥാപിക്കാനായിരിക്കും ഇപ്പൊ വന്നത്. എന്റെ അമ്മ, ഞാൻ പറഞ്ഞല്ലോ, അന്ന് ഈ വിവരം അറിഞ്ഞപ്പോ തന്നെ ഞാൻ DNA ടെസ്റ്റ് നടത്തി. അതും ഡേവിഡ് സാറിന് പരിചയമുള്ള ഒരാളെ കൊണ്ട്. അതിന്റെ സത്യം അന്ന് തന്നെ തിരിച്ചറിഞ്ഞതാ. DNA ടെസ്റ്റിലെ ചന്തുമോളുടെ അച്ഛൻ ആദർശ് തന്നെയാ. പിന്നിനി ആരെന്ത് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. എന്നിട്ട് നോക്കണേ മോളെ, എന്റെ മോനെ കുറ്റക്കാരനാക്കിയിട്ട് അവൾ അവളുടെ ഭർത്താവിനെ വിശുദ്ധനാക്കാൻ നോക്കുക. അല്ലെങ്കിൽ തന്നെ ആ ചന്തുവിനെ കണ്ടാൽ അറിയത്തില്ലേ അത് ആദർശിന്റെ കുട്ടിയാണെന്ന്. അവനെ അതേപടി പകർത്തി വെച്ചിരിക്കുക. അങ്ങനെയുള്ളപ്പോ തെറ്റ് ചെയ്ത ഭർത്താവിനെ വിമർശിക്കുന്നതിന് പകരം ആ തെറ്റ് എന്റെ മോന്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കുക. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി, സത്യങ്ങളെല്ലാം എനിക്കറിയാമേ. അതുകൊണ്ട് ഇനി എന്നെ ആർക്കും തെറ്റിദ്ധരിപ്പിക്കാനൊന്നും പറ്റില്ല. ഒരുപാട് നാളുകൾക്ക് ശേഷാ മോളുടെ അച്ഛനും അമ്മയും നന്ദുവൊക്കെ ഇങ്ങോട്ട് വരുന്നത്. അതുകൊണ്ടേ അവർക്ക് കിടക്കാനുള്ള മുറിയൊക്കെ നന്നായിട്ടിടണം. അതിന്റെ ഒന്നും ആവശ്യമില്ലമ്മേ. ഞങ്ങൾ അങ്ങനെ വലിയ പത്രാസിലൊന്നും ജീവിച്ചവരല്ല. എന്നാലും ഇപ്പോ അനന്തപുരിയിലെ 2 മരുമക്കളുടെ അച്ഛനും അമ്മയും അനിയത്തിയെ വരുന്നേ. അപ്പൊ കുറച്ച് പത്രാസൊക്കെ ആവാം. അല്ല, മുറിയൊക്കെ കുറെ നേരമായിട്ട് വൃത്തിയാക്കുന്നുണ്ടല്ലോ. ആരെങ്കിലും വിരുന്നുകാരുണ്ടോ? ആ, ഉണ്ട്. മോളുടെ അച്ഛനും അമ്മയും നന്ദുവേ ഇങ്ങോട്ട് വരുന്നുണ്ട് ഉത്രാടത്തിന്. നന്ദുവും വരുന്നോ? ആ, വരുന്നുണ്ട്. അവളുടെ വിവാഹമൊക്കെ ഫിക്സ് ചെയ്തിരിക്കല്ലേ? പിന്നെ അനിയുള്ള വീട്ടിലേക്ക് അവക്ക് വരേണ്ട കാര്യമുണ്ടോ? എന്താ വന്നാല്? നിന്നെയൊക്കെ പേടിച്ചിട്ട് നന്ദു പിന്നെ മാറി നടക്കണോ? ഈ വീട്ടിലെ 2 മരുമക്കളുടെ അനിയത്തിയാ വരുന്നേ. അങ്ങനെയുള്ളപ്പോ ഇടയ്ക്കൊക്കെ അവൾ ഇവിടെ വന്ന് പോകേണ്ടതുവാ. പിന്നെ അത് ചില തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുമല്ലോ എന്ന് കരുതിയ നന്ദു ഇവിടെ ചേച്ചിമാരെ പോലും കാണാൻ വരാത്തത്. അല്ല, ഈ ചേച്ചിമാരെന്ന് പറയുമ്പോ നവ്യേനെ അതിന്ന് ഒഴിവാക്കുന്നതല്ലേ നല്ലത്? അവര് രണ്ടാളും കീരിയും പാമ്പും അല്ലേ? എന്റെ അച്ഛനും അമ്മയും നന്ദുവും ചേച്ചിയെ കാണാനല്ല വരുന്നത്, അവരെ സ്നേഹിക്കുന്നവരെ കാണാനാ. അച്ഛനും അമ്മയാ കനകയും ഗോവിന്ദനെയും വിളിച്ചിരിക്കുന്നത്. പിന്നെ നവീനും പറഞ്ഞു അവരോട് വരാൻ. ഓ, എന്നാ പിന്നെ വന്നോട്ടെ. പക്ഷെ വന്നു കഴിഞ്ഞാല് എന്നോട് വഴക്കിടാൻ വരരുതെന്ന് പറയണം കനകയോട്. അമ്മ ചിലപ്പോ വഴക്കിട്ടെന്ന് വരും. കാരണം അമ്മയ്ക്ക് ചില സത്യങ്ങളൊക്കെ അറിയാം. ചന്തു മോൾ അഭിയുടെ കുഞ്ഞാണെന്ന് ഞങ്ങളെപ്പോലെ തന്നെ അറിഞ്ഞിട്ടാ അവരൊക്കെ വരുന്നത്. അതിന്റെ ദേഷ്യം അപ്പച്ചിയോടും അപ്പച്ചിയുടെ മോന്റെ അടുത്തും ഉണ്ടാവും. അത് മാത്രമല്ലല്ലോ, നവ്യയെ അഭി വഞ്ചിച്ചിട്ട് ഇപ്പൊ നവ്യയും മോളുടെ അച്ഛനും അമ്മയും നന്ദു ഒക്കെ തമ്മിൽ വഴക്കിടുന്നത് കണ്ട് രസിക്കുക ഇവളുടെ മകനും. ഞങ്ങൾ രസിക്കുന്നൊന്നും ഇല്ല ഏട്ടത്തി. അനഘയുടെ കുഞ്ഞിന്റെ കാര്യത്തില് ഇപ്പൊ എനിക്കും അഭിക്കും ഒക്കെ നല്ല വിഷമമുണ്ട്. അവനിപ്പോ അവരോടൊക്കെ സ്നേഹമുണ്ട്. ആഹാ, അത് ശരി. എന്നാ പിന്നെ അവനങ്ങ് ഏറ്റെടുക്കോ അനഘയും ചന്തുമോളെ? അല്ല, അതിപ്പോ മോളുടെ ചേച്ചി ഉള്ളപ്പോ. ചേച്ചി ഒരു സമയത്ത് ഇല്ലായിരുന്നല്ലോ. ആ സമയത്തെ അവൻ അനഘയും കുഞ്ഞിനെ ഏറ്റെടുത്തുകൂടായിരുന്നോ? അന്ന് ഞാൻ ഇതൊന്നും അറിഞ്ഞില്ലായിരുന്നല്ലോ ഏട്ടത്തി. ഓ, അല്ലെങ്കിൽ നീ അങ്ങ് മല മറിച്ചാന്. അമ്മയും മോനും കള്ളത്തരങ്ങൾ കാണിച്ചിട്ട് ഒരു തെറ്റും ചെയ്യാത്തവരെ വേദനിപ്പിച്ച അഭി പിന്നെ ജയിലില്ല. എന്റെ ചേച്ചിയെ നിങ്ങൾക്ക് തെറ്റിദ്ധരിപ്പിക്കാം, പക്ഷേ കോടതിയിൽ അതിന് കഴിയില്ല. കോടതിയിൽ അഭിക്കെതിരെ മൊഴി കൊടുക്കാനേ ഒരുപാട് പേരുണ്ട്. അതിന് ജീവിച്ചിരിക്കുന്ന തെളിവുകളാ അനഘയും ചന്തുമോളും. അത് നീ മറക്കണ്ട. അയ്യോ, ഞാനിനി ഒന്നും പറയുന്നില്ലേ. മോളുടെ അമ്മയും അച്ഛനും അനിയത്തിയും ഒക്കെ വരികയെ പോവുകയെ എന്താന്ന് വെച്ചാ ചെയ്തോട്ടെ. അപ്പച്ചിയുടെ ഭർത്താവ് നാഗേന്ദ്രനെക്കാളും കുഴപ്പക്കാരിയാ അപ്പച്ചി.
നവ്യെ, ഓണമായിട്ട് നമുക്ക് ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും മാറി നിന്നാലോ? നമ്മൾ എന്തിനാ മാറി നിൽക്കുന്നേ? അല്ല, ഈ വീടിനകത്ത് താമസിക്കാൻ ഒരു യോഗ്യത ഇല്ലാത്തവരൊക്കെ ഈ വീടിനകത്ത് കയറി കൂടിയിട്ടുണ്ടല്ലോ. അനഘയുടെയും ചന്തുവിന്റെയും കാര്യമല്ലേ നീ പറയുന്നേ? അവർക്ക് വേണ്ടിട്ട് നമ്മൾ ഒഴിഞ്ഞു കൊടുക്കണോ? നീ എന്തൊക്കെയായി പറയുന്നേ? ആ മോളെ, നീ അറിഞ്ഞായിരുന്നോ 2-3 പേരെ ഇങ്ങോട്ട് കെട്ടിയെടുക്കുവാന്ന്? നിന്റെ അമ്മയും അച്ഛനെയും ആ നന്ദുവിനെയൊക്കെ. ആരാ ഇത് അമ്മയോട് പറഞ്ഞേ? അയ്യോ, അവിടെ കിടക്കയൊക്കെ ശരിയാക്കുവാണ് എന്റെ ഏട്ടത്തിന്ന് പറയുന്നുള്ളു. സഹായത്തിന് നിന്റെ അനിയത്തിയുണ്ട്. നന്ദുവും വരുന്നുണ്ടോ? ഓ, വരുന്നുണ്ട്. അവളെ കെട്ടാൻ പോകുന്നവനും വരുന്നുണ്ടെന്നാ പറഞ്ഞത്. ആ, എല്ലാവരും കൂടെ ആഘോഷിക്കാൻ വരുമായിരിക്കും. അങ്ങനെയെങ്കിൽ നമ്മൾ ഈ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നത് തന്നെയാ നല്ല നവ്യെ. അവര് വരുന്നത് പേടിച്ച് നമ്മളൊക്കെ എന്തിനാ പോകുന്നേ? നമ്മളെയൊക്കെ അപമാനിക്കാൻ ഒരുത്തി ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ, ആ അനഘേ. അവളെയും മോളെയും ഇവിടെ സ്ഥിരമായിട്ട് താമസിപ്പിക്കാനാണ് എല്ലാവരും നോക്കുന്നത്. അവൾ ആദർശേട്ടന്റെ മുൻ കാമുകയല്ലേ? അവന്റെ കുഞ്ഞല്ലേ ചന്തുമോള്. അപ്പൊ പിന്നെ അവരിവിടെ വേണമെന്നായിരിക്കുമല്ലോ അവരുടെ ആഗ്രഹം. നിന്റെ അമ്മയുടെ സ്വഭാവം അറിയാലോ നവ്യേ. അവള് വന്നു കഴിഞ്ഞാല് എനിക്ക് സ്വസ്ഥത തരില്ല. ഞാനുമായിട്ട് വഴക്കുണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് അവൾ ഇങ്ങോട്ട് വരുന്നത്. അവരമ്മ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ അതിനുള്ള തക്കതായ മറുപടി കൊടുക്കണം. ആ സമയത്ത് ഞാനും കൂടെ നിന്നോളാം. എനിക്കിനി അവളുടെ നേർക്ക് നേരെ നിന്ന് സംസാരിക്കാൻ പറ്റില്ല മോളെ. അതെന്താ പറ്റാത്തത്? ആ, അങ്ങനെ ഇപ്പൊ തളയ്ക്കപ്പെട്ട അവസ്ഥയിലാ ഞാൻ. അതെന്താടാ നിന്റെ അമ്മ അങ്ങനെ പറഞ്ഞത്? എനിക്കറിയില്ല. എന്നാലേ എനിക്കറിയാവടാ, എല്ലാം എനിക്കറിയാം. എന്റെ അച്ഛനും അമ്മയും അനിയത്തി ഇവിടെ വരികയും ചെയ്യും, ഞങ്ങൾ ഓണം ആഘോഷിക്കുകയും ചെയ്യും. എടി, നീ എന്താ ആലോചിക്കുന്നേ? നമുക്കൊന്ന് മാറി നിന്നാലോ? എനിക്കതിന് താല്പര്യമില്ല. അപ്പം നമ്മളെ തോറ്റോടിയതുപോലെ ആവും. പ്രത്യേകിച്ച് എന്റെ അച്ഛനും അമ്മയും അനിയത്തിയും വരുമ്പോ നമ്മൾ ഇവിടെ വേണം. നന്ദു നിന്നോട് ചെയ്തതൊന്നും നീ മറക്കരുത്. അതൊക്കെ ഞാൻ എന്റെ മനസ്സിൽ കൂട്ടി വെച്ചിരിക്കുക. എന്നിട്ട് അവൾ ഇങ്ങോട്ട് വരുമ്പോ ഞാൻ ഒളിച്ചോടി പോണോ? അതിനെ വേറെ ആളെ നോക്കണം. ഹലോ അനി. നാളെ നീ വരുവോ? വരാതിരിക്കാൻ പറ്റില്ലല്ലോടാ, ഇവിടെ എല്ലാവരും നിർബന്ധിക്കുവാ. എന്നാ പിന്നെ നീ പോര്. ഇനിയിപ്പോ വഴക്കിനും നിൽക്കണ്ട. എനിക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയില്ല. ചില നേരത്ത് മരിക്കാൻ പോലും തോന്നുക. ദേ, നീ ഒന്ന് ചുമ്മാതിരിക്കാനി. എടി, എന്നാലും അവൻ ഇത്ര ദുഷ്ടനായി പോയല്ലോ നവീൻ. ദേ, എല്ലാം നിന്റെ കുഴപ്പോ. കുറച്ചൊക്കെ എനിക്കും അതിൽ പങ്കുണ്ട്. പിന്നെ നാളെ ഇവിടെ വന്നതിന് ശേഷം കൂടുതൽ അവനോട് മിണ്ടും പറയുന്നു ചെയ്യരുത്. അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. അങ്ങനെയൊക്കെ എങ്ങനെ പറയാൻ പറ്റുന്ന? അവിടെ വരുമ്പോ എനിക്ക് നവീനേട്ടനെ കാണുകയും മിണ്ടുകയൊക്കെ ചെയ്യേണ്ടി വരും. ഇനിയിപ്പോ അല്ലെങ്കിൽ തന്നെ എന്റെ അച്ഛനും അമ്മയും കൂടി അതിനുള്ള അവസരം ഉണ്ടാക്കും. ആ, എന്നാ പിന്നെ എന്താന്ന് വെച്ചാൽ ആയിക്കോ. ഹലോ ഹലോ. ആരാ മോളെ? നവീൻ മോനാണോ? ആ, അതെ. അപ്പോഴേ നന്നായി ഒരുങ്ങി വേണം അങ്ങോട്ട് പോവാൻ കേട്ടോ. നവീൻ മോൻ വരുന്നത് അങ്ങോട്ടേക്ക്. അതിനെന്തിനാ ഒരുങ്ങുന്നേ? നവീനേട്ടൻ എന്നെ കണ്ടിട്ടുള്ളതല്ലേ? നാളെ അങ്ങനെയല്ലല്ലോ മോളെ, ഉത്രാടമല്ലേ, ഓണമൊക്കെ അല്ലേ. അപ്പൊ ഓണക്കോടി കൊടുത്ത് പതിവിലും ചന്തത്തിൽ വേണം മോളെ നവീൻ കാണാൻ. അതെ, വേണമെങ്കിൽ മോള് രാവിലെ ബ്യൂട്ടി പാർലറിലൊക്കെ ഒന്ന് പൊയ്ക്കോ. അതിന്റെ ഒന്നും ഒരാവശ്യമില്ല. എന്റെ ഈ സൗന്ദര്യത്തിലൊക്കെ നവീനേട്ടൻ എന്നെ കണ്ടാ മതി. അല്ലെങ്കിൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ കുഴപ്പമില്ല കനകെ. അവിടെ ബ്യൂട്ടീഷ്യന്മാർ ഒന്നല്ലല്ലോ, രണ്ടല്ലേ, നമ്മുടെ നയനയും നവ്യയും. അത് ശരിയാ, ചേച്ചിമാര് നിന്നെ നന്നായിട്ട് അണിയിച്ചൊരുക്കിക്കോളും. എന്താ മോളെ ഒരു തെളിച്ചമില്ലാത്തത്?
അത് പിന്നെ നവീനല്ലേ വിളിച്ചത്, അതുകൊണ്ടായിരിക്കും. ഡേ, ഇപ്പൊ അനി വിളിക്കാറൊന്നുമില്ലല്ലോ? ഇല്ല. ഇനി അല്ലെങ്കിൽ വിളിയൊന്നും വേണ്ട. അവൻ വിളിച്ചാലും നീ ഫോൺ എടുക്കണ്ട. പിന്നെ നവീൻ മോൻ വരുന്നതുകൊണ്ട് മാത്രാ നിന്നെ അങ്ങോട്ട് കൊണ്ടുപോകുന്നേ. എന്നാ പിന്നെ കിടന്നുറങ്ങാൻ നോക്ക്. ഉറക്കം കളഞ്ഞിട്ടേ എന്റെ കുട്ടിയുടെ ഗ്ലാമർ ഒന്നും കളയണ്ട. മോളെ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ബാ. എടോ, ഇത്തരം കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയാ നിങ്ങൾ ഇവിടെ മാനേജറായിട്ട് വെച്ചേക്കുന്നത്. അല്ലാതെ ഏതു നേരം ഞാനെല്ലാം ശരിയാക്കണമെന്ന് പറഞ്ഞാല് അതെങ്ങനെ ശരിയാവുന്നേ? എനിക്കിപ്പോ അതിലൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇന്നത്തെ ദിവസം ഞാൻ അങ്ങോട്ട് വരാനും പോകുന്നില്ല. ഏൽപ്പിച്ച പണി ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ കളഞ്ഞിട്ട് പോണം മിസ്റ്റർ. എന്താ മുത്തശ്ശ വിളിച്ചത്? ഞാൻ നിന്നെ വിളിപ്പിച്ചത് കമ്പനിയിൽ നിന്ന് മാനേജർ വിളിച്ചിരുന്നു. അനി ഒരുമാതിരി ഭ്രാന്ത് പിടിച്ച പോലെ നടക്കണമെന്ന് അയാൾ പറഞ്ഞത്. ജോലിയിലൊന്നും ശ്രദ്ധിക്കുന്നില്ല, ചെക്കൊന്നും ഒപ്പിടുന്നുമില്ല. നന്ദുവും നവീനും തമ്മിലുള്ള കല്യാണം നടക്കുമെന്ന് കരുതിയിട്ട് അവനാകെ വിറളി പിടിച്ചാ നടക്കുന്നേ. നിന്നെ ഞാൻ വിളിപ്പിച്ചത് അതിനല്ല. അനി ഈ രീതിയിൽ പോകുമ്പോൾ ഓണമൊക്കെയാ വരുന്നത്. ഈ അടുത്ത സമയത്ത് നമ്മൾ നല്ല പബ്ലിസിറ്റിയൊക്കെ നമ്മുടെ സ്ഥാപനത്തിന് കൊടുത്തതുകൊണ്ട് ഇതുവരെ ഇല്ലാത്തൊരു തള്ളിക്കയറ്റമുണ്ട് നമ്മുടെ ജ്വല്ലറിയിലേക്ക്. സ്വർണത്തിന് വില കൂടിയത് പോലും ആൾക്കാർ കണക്കിലെടുക്കുന്നില്ല. അതുകൊണ്ട് അവന്റെ ബ്രാഞ്ചും കൂടി നീ ഒന്ന് ശ്രദ്ധിച്ചോണം. ഞാൻ ജയനോടും അജയനോടൊക്കെ ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. അജയനും ഇപ്പോ പഴയ പോലെ കമ്പനി കാര്യങ്ങളിൽ വലിയ ശ്രദ്ധയൊന്നുമില്ല അല്ലേ മോനെ? അതെ, ഇളയച്ചനും എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്. അച്ഛനും മോനും ഒരേ വഴിക്കാ പോകുന്നെങ്കിൽ ബന്ധവും സ്വന്തമൊക്കെ ശരിയാണ്. ബിസിനസ്സിനെ അവരുടെ ടെൻഷൻ ബാധിച്ചാൽ രണ്ടാളെയും തൽക്കാലം ജ്വല്ലറിയിൽ നിന്ന് ഒഴിവാക്കേണ്ടി വരും. അവന് ബിസിനസ്സിന് ശ്രദ്ധയില്ലെന്ന് നീ എന്നോട് പറഞ്ഞില്ലല്ലോ മോനെ. ഇയാൾ പോലും അറിഞ്ഞല്ലോ. അങ്ങനെയൊന്നുമില്ല മുത്തശ്ശ. നേരിയ എന്തോ പ്രയാസം ഇളയച്ചന്റെ മനസ്സിൽ കടന്നുകൂടിയിട്ടുണ്ട്. അത് നമുക്ക് സോൾവ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനിയിപ്പോ ഇത് അവനോട് ചോദിക്കൊന്നും വേണ്ട. അവനിപ്പോ എന്തൊക്കെയോ മനസ്സിലടക്കി പിടിച്ചോണ്ടാ നടപ്പ്. ഇതിനു മുമ്പ് നന്ദുവിനെ അവന് വലിയ ഇഷ്ടായിരുന്നു, അജയന്. അവനും ഇപ്പോ ജാനകിയുടെ കൂടെയാ. നന്ദു ഈ വീടിന്റെ മരുമകളായി വരുന്നത് അവന് വലിയ താല്പര്യമൊന്നും ഇല്ലാന്നുള്ള രീതിയിലാ ഇപ്പൊ അവന്റെ സംസാരം. നീ എന്തിനാ മാനേജറോട് കാര്യമില്ലാതെ ചൂടായത്? അത് പിന്നെ ഏത് നേരം എന്നെ വിളിച്ച് ഓരോരോ സംശയങ്ങൾ ചോദിച്ചോണ്ടിരിക്കുക. അയാളുടെ പണി അയാൾക്ക് ചെയ്തൂടെ? അയാളുടെ പണിയൊക്കെ അയാൾ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. നീയാ നിന്റെ ജോലി ചെയ്യാത്തത്. അല്ല, അനി എവിടെ ഈ കറങ്ങി നടക്കുന്നേ? ഞാൻ അങ്ങോട്ട് പോകുന്നൊന്നുമില്ല എടുത്തി. പോകുന്നില്ലേ? എടാ, നീ ജ്വല്ലറിയിൽ ഒഴിച്ച് ബാക്കി എല്ലായിടത്തും പോകുന്നുണ്ട്. ഇന്ന് നീ ഉത്തരാടമായിട്ട് നീ അങ്ങോട്ടും പോകണ്ട. ജ്വല്ലറിയിലെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി ഞാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇന്ന് ഇവളുടെ അച്ഛനും അമ്മയും നന്ദുവും ഒക്കെ ഇങ്ങോട്ട് വരുന്നുണ്ട്. നവീനും ഇന്ന് വരുന്നുണ്ട് അനി. ആ അതെ, അവൻ പ്രത്യേകം പറഞ്ഞതാ നന്ദുവിനെയും കൊണ്ട് വരണമെന്ന്. അതുകൊണ്ടാ ഇവളുടെ അച്ഛനും അമ്മയും അവളെയും കൂട്ടിക്കൊണ്ട് വരുന്നത്. ആ വന്നോട്ടെ, ആര് വേണമെങ്കിലും വന്നോട്ടെ. അതിനിപ്പോ എന്താ?
ഈ ഉത്രാടത്തിനൊന്നും സാധാരണ നവീനെ വിളിക്കാറില്ലല്ലോ. എടാ, നവീനും നന്ദുവും തമ്മിലുള്ള കല്യാണം നടക്കാൻ പോവല്ലേ, അതുകൊണ്ടാ മുത്തശ്ശൻ അവരെ വിളിച്ചത്. ഞാനും വിളിച്ചിട്ടുണ്ടായിരുന്നു. നന്ദു വരുമെന്ന് പറഞ്ഞോ? ആ, നവീൻ വിളിച്ചു പറഞ്ഞ പിന്നെ വരാതിരിക്കോ? അവന്റെ ഇപ്പോഴത്തെ ഏറ്റവും അടുത്ത ശത്രു അവന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് നവീൻ തന്നെയാ. നവീൻ ഇവന് ചെയ്തു കൊടുത്ത എല്ലാ ഉപകാരങ്ങളും ഈ ഒരൊറ്റ കാരണം കൊണ്ട് അവൻ മറന്നു നടക്കുക. നന്ദു ഒന്നിങ്ങോട്ട് വന്നോട്ടെ, അതൊക്കെ മാറിക്കോളും ആദർശേട്ടാ. മോളുടെ സംസാരശേഷി തിരികെ കിട്ടിയ ശേഷം ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചറിയണമെന്നുണ്ട്. എന്നാലും മോളെപ്പോലെ ഒരു പെൺകുട്ടിക്ക് ഇങ്ങനൊരു അബദ്ധം പറ്റിയത് അത്ഭുതം. പിന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവൻ അങ്ങനെ ഒരു കുറുക്കനാ. ആരെയും സംസാരിച്ച് കീഴ്പ്പെടുത്തി കളയും അവന്റെ കാര്യം കാണാൻ വേണ്ടി. ഇനി എന്തായാലും മോൾക്ക് പേടിക്കാനൊന്നുമില്ല. സഹതാപം തോന്നിക്കഴിഞ്ഞാൽ ആരെയും ഏറ്റെടുക്കുന്ന കൂട്ടത്തിലാ ആദർശന്റെ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ. അഭിയുടെ അമ്മയെ അങ്ങനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത്. അപ്പൊ പിന്നെ അഭിയുടെ ചതിയിൽപ്പെട്ട മോളെയും മോളുടെ കുഞ്ഞിനെയും ഈ വീട്ടിലുള്ളവർ തള്ളിക്കളയോ? ഇനി നിങ്ങൾക്ക് ഇവിടെ ഒരു കുറവും ഉണ്ടാവില്ല. ആഹാ, ഇപ്പൊ അനഘയുടെ കാര്യങ്ങൾ മുഴുവൻ അമ്മ അങ്ങ് ഏറ്റെടുത്തോ? മോൾക്ക് വയ്യാത്തതല്ലേ മോളെ, അതുകൊണ്ട് തന്നെ അനഘയുടെ കാര്യങ്ങൾ ഞാൻ നോക്കാന്ന് കരുതി. അല്ലെങ്കിൽ തന്നെ ഇതൊക്കെ പ്രയാസമുള്ള കാര്യമാണോ? ചന്തുമോളെ, ഓണത്തിനെ മോളുടെ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ വരുന്നുണ്ട്, നന്ദുകുഞ്ഞമ്മയുണ്ട്. അവരൊക്കെ പുറപ്പെട്ട മോളെ. പുറപ്പെട്ടെന്ന് പറഞ്ഞമ്മേ, ഇപ്പൊ എന്തായാലും എത്തേണ്ട സമയായി. എല്ലാരും വരട്ടെ. മോളുടെ അച്ഛന്റെ അമ്മയുടെ അനിയത്തിയുടെ ഒക്കെ മുന്നിൽ വെച്ച് ഒരുത്തനെ ഉരുകട്ടെ. ചേച്ചി എല്ലാം അറിയോന്നാ അഭിയുടെ അവന്റെ അമ്മയുടെയും പേടി. എന്നാ ചേച്ചി പറഞ്ഞിട്ടാണ് അനക്ക് കൂട്ടിക്കൊണ്ട് വന്നേന്ന് അവർക്കറിയില്ല. അവനെ ഇനി കിടന്ന് നട്ടം തിരിയണം മോളെ. ഈ കുടുംബത്തിൽ നിന്ന് അവൻ പുറത്തു പോണം. പകരം അനഘ മോളും ഈ മോളും ഇവിടെ ജീവിക്കട്ടെ. അങ്ങനെ തന്നെ വരട്ടെ. ഇത്തവണ ഓണക്കോടി ഒരുപാടാണല്ലോ, അതെല്ലാം മാറി മാറി ഇട്ടോണം. കുളി കഴിഞ്ഞാ ഞങ്ങൾ അതൊക്കെ ഇടും, അല്ലേ മോളെ? കൊറേ കാലമായി ഇങ്ങോട്ട് ഒന്നിച്ച് വന്നിട്ട്. നീ ഇടയ്ക്കെങ്കിലും വന്നിട്ടുണ്ടല്ലോ, ഞാൻ അതുമില്ല. ഞാൻ പിന്നെ തീരെ വന്നിട്ടില്ല. അവസാനം ഇവിടേക്ക് വന്നത് അഭിയെ അറസ്റ്റ് ചെയ്യാനാ. ഒരു ദിവസമൊന്നും ഇവിടെ നിൽക്കണ്ടായിരുന്നു. നാളെ തിരുവോണത്തിന് വന്ന് സദ്യ കഴിച്ചു പോയാൽ മതിയായിരുന്നു. ആദർശിന്റെ മുത്തശ്ശൻ മാത്രമല്ലല്ലോ വിളിച്ചത്, നവീൻ മോനും വിളിച്ചില്ലേ? പിന്നെ എങ്ങനെയാ ഗോവിന്ദേട്ടാ നമ്മൾ വരാതിരിക്കുന്നത്? 3 കൂടി കെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇന്ന് നാളെ എല്ലാത്തിനെയും സഹിക്കണം. ഇത്തവണ തിരുവോണം അലമ്പി പോകുന്നാ തോന്നുന്നത്. വാ. ആഹാ, ഞങ്ങള് നിങ്ങളെ കാത്തിരിക്കുകയായിരുന്നു. എന്താ വൈകിയേ? ഉച്ചയൂണൊക്കെ കഴിച്ചിട്ടായിരിക്കും ഇറങ്ങിയത്. അതെ, അത് വേണ്ടായിരുന്നു, ഇവിടുന്ന് കഴിക്കായിരുന്നല്ലോ. 2 മക്കളെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ട് അവിടുന്ന് ആരും തിരിഞ്ഞു പോലും നോക്കുന്നില്ല. അയ്യോ, അത് മനഃപൂർവ്വം വരാത്തതല്ല അമ്മേ. പിന്നെ ഇവിടെ പലർക്കും ഞങ്ങൾ വരുന്നത് ഇഷ്ടമല്ലല്ലോ. അതുമാത്രമല്ല, നന്ദൂട്ടന്റെ കല്യാണം കഴിയാത്തോണ്ട് ഇവളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വലിയ പേടിയാ. വെറുതെ എന്തിനാ ആൾക്കാരെ കൊണ്ട് അതും ഇതും പറയിപ്പിക്കുന്നേ? അതാണ് കുഴപ്പം. ഇനി എന്തൊക്കെ പറഞ്ഞാലും മനുഷ്യൻ ജീവിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാ. നമ്മുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ലെങ്കിൽ നമ്മൾ പിന്നെ ആരെയും പേടിക്കണ്ട.
സാറ് വിളിച്ചതിന്റെ പിന്നാലെ നവീൻ എന്നെ വിളിച്ചു. മോൻ വരുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഇവളെ കൊണ്ടുവരുന്നതിൽ കുഴപ്പമൊന്നുമില്ലല്ലോ. അല്ലെങ്കിൽ എന്താ കുഴപ്പം? അപ്പൊ നവീൻ വരുന്നില്ലെങ്കിൽ മോളെ ഒറ്റയ്ക്കാക്കിയിട്ട് നിങ്ങൾ വരുമായിരുന്നോ? അല്ല, മോൾ ഉത്രാടവും തിരുവോണമൊക്കെ അവധി എടുത്തിരിക്കുക അമ്മേ. അല്ലെങ്കിൽ ഇവള് ഡ്യൂട്ടിക്ക് പോവും. സത്യത്തിൽ ഞങ്ങൾക്ക് നല്ല വിഷമമുണ്ട് മോളെ കിട്ടാത്തത്. നിങ്ങൾ ചെയ്ത പ്രവൃത്തികളൊക്കെ എനിക്കും ആദർശേട്ടനും മാത്രമേ അറിയൂ. കൂടുതൽ ചൂട് പിടിപ്പിച്ചാലേ അതെല്ലാവരുടെയും മുന്നിൽ വെച്ച് ഞങ്ങൾ വിളിച്ചു കൂവും. അവളുടെ അടുത്തേക്ക് എങ്ങാനും പോയാ അവളോട് മിണ്ടോ പറയോ ചെയ്ത നിന്നെയല്ല അവളുടെ അച്ഛനമ്മയായിരിക്കും ഞാൻ ആട്ടുന്നത്. ദേ അനി ആരെ വേണമെങ്കിലും കല്യാണം കഴിച്ചോട്ടെ, അതേപ്പറ്റി നീ കൂടുതലൊന്നും സംസാരിക്കണ്ട. അവനും നന്ദുവും ഇപ്പൊ നേരിടുന്ന വെല്ലുവിളിയുടെ അവസാനമേ അനി നന്ദുവിന്റെ കഴുത്തിൽ താലി കെട്ടണം. അവര് സന്തോഷത്തോടെ സുഖത്തോടെ ഒരുപാട് കാലം ജീവിക്കണം. അതിനെ ഈ അമ്മായിയമ്മയും മരുമോളും ഒരു കാരണം ഉണ്ടാക്കാതിരുന്നാ കൊള്ളാം. മനസ്സിലായോ?